ഞാൻ ഭരതന്നൂർ ശിവരാജൻ, ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്, ചാനൽ സംപ്രേഷകനാണ്, ആകാശവാണി പ്രക്ഷേപകനാണ്, ഗാനരചയിതാവാണ്. ഞാൻ 14 വയസ്സും ഒരു കവിത എഴുതി തുടങ്ങി. അത് മിക്കവാറും കാൽപ്പനിക ഛായയുള്ള കവിതകളായിരുന്നു. അതിനോടൊപ്പം പിന്നെ അന്ന് ഈ കവിതകൾ എഴുതുമ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 13-14 വയസ്സേ ഉള്ളൂ. ആ കവിതകൾ നാട്ടുമ്പുറങ്ങളിലുള്ള മാസികകളിൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ആ പ്രസിദ്ധീകരണം നല്ല നിലയിൽ കിട്ടിയപ്പോൾ എനിക്കൊരു ഉത്സാഹമായി വീണ്ടും എഴുതണമെന്ന്. അങ്ങനെ എഴുത്തു തുടങ്ങി. അതിനുശേഷം പിന്നെ കാൽപ്പനികം വന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ബാലകവിതകൾ കൂടെ എഴുതിയാൽ എന്തെന്ന് ആലോചിച്ചു. അതായത് നമ്മളൊക്കെ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കാറ്റത്തിളകും മുടലുകളും കാച്ചൂതഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു ഉള്ള പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്. ഈ പാട്ടുകൾക്കൊന്നും അത്രമാത്രം ഇന്നത്തെ പോലെയുള്ള കവിതയ്ക്കുള്ള ഗുണങ്ങൾ ഇല്ല. ചുമ്മാ ശബ്ദം കേട്ടു എന്നുള്ളതല്ല, വളരെ ആകർഷിക്കാനുള്ള ഒരു കവനീയത അതിൻ്റെ ജലജനയിലൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി പുതിയ പുതിയ ബാലകവിതകൾ എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്നൊരു ചിന്ത എനിക്കുണ്ടായി. ഈ ഇടക്കാലത്ത് അതിനുശേഷം വന്ന കവിത രചിച്ച് പുറത്തു വന്ന കവിതകളും കുട്ടികളെ ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് പോരെ, കുട്ടികൾക്ക് ഇവർക്ക് ഈ കവിതകളുടെ ഉത്ബോധനം കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കവിതകളാണ് ഞാൻ എഴുതി തുടങ്ങി. ആ ഉത്ബോധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഇപ്പോൾ ഞാൻ ഈ ചപ്പും ചവറും നമ്മൾ റോഡിൽ വാരി എറിയരുത് എന്നൊരു ചൊല്ലുണ്ടല്ലോ. റോഡുകൾ വാരി എറിഞ്ഞാൽ അവിടെ മലിനമാകും, ആളുകൾക്ക് നടക്കാനൊക്കാതെ വരും. ഇതൊന്നും ചെയ്യാതെ നമ്മുടെ അതിനെ കൂട്ടിയിട്ട് ഉണക്കി അതിനെ കത്തിച്ച് കളഞ്ഞാൽ കിട്ടുന്ന ചാമ്പൽ നമ്മുടെ മുറ്റത്തെ ചെടിക്ക് വളമായിട്ടിടാമല്ലോ. അപ്പോൾ അതൊരു ഉദാഹരണം. അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഉള്ള ദുഷ്ചെയ്തികൾ മാറ്റണം എന്നുള്ള നിലയിലുള്ള കവിതകൾ, ഇങ്ങനെയുള്ള കവിതകൾ ഞാൻ എഴുതി. ആ പുസ്തകങ്ങളിലാണ് ഞാൻ വിവരിച്ചത് ഇങ്ങോരുടെ ഉദ്ബോധനത്തിൻ്റെ കവിതകളാണ്. ഇപ്പോൾ ആകെപ്പാടെ എനിക്ക് 17 പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു. ഈ 17 പുസ്തകങ്ങൾ 9 ബാലകവിതാ പുസ്തകങ്ങളാണ്, മറ്റത് കാൽപ്പനിക കവിതകളുമാണ്. അപ്പോൾ ഈ കവിതകൾ കേട്ട കുട്ടികൾ ഏതായാലും എനിക്ക് എൻ്റെ പാഠപുസ്തകം ഈ 9 പുസ്തകങ്ങളിൽ ഏതാണ്ട് 2-3 ഔട്ട് ഓഫ് പ്രിൻ്റാണ് ഇപ്പോൾ. അപ്പോൾ അത് വാങ്ങിക്കുന്നുണ്ട്, പിള്ളേർ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കായി. അതുപോലെ ഈ പ്രസിദ്ധീകരണശാലക്കാർ എനിക്ക് റോയൽറ്റി 8-9 രൂപ ആണ്ടുതോറും തരുന്നുമുണ്ട്. അപ്പോഴെല്ലാം എനിക്കൊരു വിശ്വാസം അതിൻ്റെ പ്രയോജനമായിരുന്നു. അങ്ങനെ എഴുതി ഇപ്പോൾ 9 ഈ 9 പരിശോധിച്ചവരെല്ലാം ഡോക്ടർ ബെഞ്ചമിൻ, MK സാനു മാസ്റ്റർ ഇവരെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ ബാലകവിതകളെയും ജനറലായിട്ടുള്ള കാൽപ്പനിക കവിതകളെയും കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു ഈ അടുത്ത കാലത്ത്. ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ MR തമ്പാൻ, വലിയ പ്രസിദ്ധ വിമർശകൻ, ഡോക്ടർ അശ്വതി RP നായർ ലെക്ചറാണ്, പ്രൊഫസർ M ചന്ദ്രബാബു. അപ്പോൾ ഇവരെല്ലാം ആ ചർച്ചയിൽ പ്രകടിപ്പിച്ച അഭിപ്രായം ശിവരാജൻ്റെ കവിതകളിൽ കാൽപ്പനിക കവിതകളെക്കാളും കൂടുതൽ ശ്രേഷ്ഠങ്ങളായി ഞങ്ങൾക്ക് തോന്നുന്നത് ബാലകവിതകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഈ ബാലകവിതകളിലും തിരഞ്ഞെടുത്ത ഒരു പ്രസിദ്ധീകരണം ഉടനെ ചെയ്യണം എന്നൊരു അഭ്യർത്ഥിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2 മാസം മുമ്പ് 1000 കാന്താരി പൂത്തിറങ്ങി എന്ന പേരിൽ എൻ്റെ ബാലകവിതകളിൽ നിന്നും തിരഞ്ഞെടുത്ത 10-70 കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1000 കാന്താരി എന്നാണ് അതിൻ്റെ പേര്. കുട്ടിയൊക്കെ അത് വായിച്ചാൽ വളരെ ലളിതമായ ഭാഷയാണ്. പിന്നെ നല്ല വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. നിങ്ങൾക്ക് സഹചാരിയായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ള വിഷയങ്ങളാണ് അത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ഈയിടെ ഇപ്പോൾ ഇന്നിറങ്ങിയ പുസ്തകം കൊള്ളാം കുഞ്ഞേ നിൻ്റെ ഇഷ്ടം എന്നാണ്. ഈ കൊള്ളാം കുഞ്ഞേ നിൻ്റെ ഇഷ്ടം എന്നുള്ള പുസ്തകമാണ്. അതിന് പഠന റിപ്പോർട്ട്, അതായത് ഒരു അവതാരിക എഴുതിയിരിക്കുന്നത് പ്രൊഫസർ MK സാനുവാണ്. ഈ MK സാനു സാറ് അതിൽ പറഞ്ഞിരിക്കുന്നത് ശിവരാജൻ്റെ കവിതകൾ ബാലകവിതാ രംഗത്ത് വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞവരെ ഉത്ബോധിപ്പിക്കുന്നു കുട്ടികളെ. തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ലളിതമായിട്ടുള്ള വിഷയങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞവരുടെ കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം എന്ന പുസ്തകം, ബാലകവിതാ പുസ്തകം മുതിർന്ന പുസ്തകമുള്ളവരല്ല. നമ്മുടെ സർക്കാരിൻ്റെ നിഗമനത്തിൽ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളാണ് ബാലികമാരെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് മറികടന്നിട്ട് ഞാൻ നഴ്സറിയിലും പ്രൈമറിയിലും മാത്രം, അതായത് 10 വയസ്സിനകം പ്രായമുള്ള കുട്ടികൾക്ക് വായിച്ച് അറിയാനുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്താണ് ഈ കൊള്ളാം കുഞ്ഞേ നിൻ്റെ ഇഷ്ടം എന്ന പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പഠന റിപ്പോർട്ടിൽ MK സാനു മാസ്റ്ററുടെ പഠന റിപ്പോർട്ടിൽ എനിക്ക് വളരെ സഹായകം, ഞാൻ അറിഞ്ഞിരിക്കാത്ത സഹായം എൻ്റെ കവിതകളുണ്ടെന്നുള്ളത് സൂചിപ്പിക്കുകയല്ല സ്ഥാപിച്ചിട്ടുണ്ട്.
അതെനിക്കൊരു വിജയമാണ്. യൂട്യൂബ് ചാനൽ, എനിക്കൊരു പ്രത്യേക ചാനലുണ്ട്, ചെപ്പ് തുറക്കുമ്പോൾ. ആ ചെപ്പ് തുറക്കുമ്പോൾ എന്നതിൽ ഞാൻ 1 വർഷം മുമ്പേ ഒരു 4-5 കവിതകൾ കൊടുത്തിരുന്നു. ബാലകവിതകൾ, ശിവരാജൻ്റെ ബാലകവിതകൾ ഹൈറ്റിങ്ങിൽ അതിൽ വരുന്നുണ്ട്. ആ ബാലകവിതകളെ വായിക്കുമ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ രചനാ ജീവിതത്തിന് 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. 2 പുസ്തകങ്ങൾ അച്ചടിക്കാൻ റെഡിയായിട്ടുണ്ട്. അത് കാൽപ്പനിക കവിതകളുടെ ഒരു സമാഹാരമാണ്. ഈ സാഹിത്യകാരന്മാരോ ഒക്കെയുള്ള പ്രശസ്ത വ്യക്തികളെ ഇവിടെ ബഹുമാനിക്കുന്നത് മരണശേഷമാണ്. അതൊരു പ്രവണതയായിട്ട് മാറിയിരിക്കുകയാണ്. അതിനുശേഷം ഒന്നും പറഞ്ഞുകൂടാന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ നമ്മളുടെ നല്ല പ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നമ്മൾ ഇപ്പോഴും തന്നെ ഒന്ന് വിളിച്ച് ആദരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയായിട്ട് മാറ്റണമെന്ന ഒരു അഭ്യർത്ഥനയോട് എനിക്കുണ്ടായി. അതിൻ്റെ പേരിൽ ഞാൻ ഗ്രന്ഥശേഖരം ആസ്വാദന വേദി എന്നൊരു സംഘടന രൂപീകരിച്ചു. ആദരിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ 4-5 സഹൃദയരെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകും. അവരുടെ വീട്ടിലേക്ക് പോയി അവരൊത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ നോവലാണെങ്കിൽ കവിതയാണെങ്കിൽ ഏതായാലും അതിനെ വളരെ വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കും. തിരുവനന്തപുരത്തുള്ള 300 വീടുകളിൽ ഞാനും സഹൃദയരും പോയി അവരെ ആദരിച്ചിട്ടുണ്ട്. യൂട്യൂബിലെ ആസ്വാദകർ, യൂട്യൂബിലെ ഫോളോവേഴ്സ് തീർച്ചയായിട്ടും കേൾക്കും. കേട്ടിട്ട് എനിക്ക് അഭിപ്രായം എഴുതി അയച്ചു തരണം. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ ആരുമല്ല, പക്ഷേ എന്നെ ഇത്രമാത്രം പ്രശസ്തങ്ങളായി എൻ്റെ കവിതകൾ മാറുമോ, ആളുകൾ ശ്രദ്ധിക്കുമോ എന്നുള്ള ഒന്നും എനിക്ക് വളരെ ഞാൻ ആലോചിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടപ്പോൾ എനിക്ക് ആഹ്ലാദമാണ് ഉണ്ടാകുന്നത്. ഈ കവിതകളെല്ലാം കേൾക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നും ഇത് ബാലകവിതകളിൽ നിന്നും ഇപ്പോഴും സാധാരണ നമ്മൾ പ്രസിദ്ധീകരിച്ച് കാണുന്ന ബാലകവിതകളിൽ നിന്നും വ്യത്യസ്തമാണോ എന്ന് ചിന്തിക്കണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എം കെ സാനു മാസ്റ്ററിൻ്റെ അവതാരിക ഇപ്പോഴിറങ്ങിയ ഈ പുസ്തകത്തിൽ കൊള്ളാംകുഞ്ഞ് എന്തിനിഷ്ടം എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന വളരെ കാതലായ ഭാവവും ഇതുതന്നെയാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയംഗമായ കടപ്പാട്. നാളുകൾ പോകുമ്പോഴെന്നാലോ ചേലറ്റങ്ങും കാളയിതേപോൽ പണി ഒന്നിനുമേ കൊള്ളാതാകെ തൃണസമമങ്ങെ അവർ കളയുകിലോ. എന്നെ കണ്ടെല്ലാം പഠിക്കുകിൽ മോനെ, നന്നായി നീ വരും എന്നച്ഛനെന്നും ചൊല്ലുന്ന കേട്ടു വയസ്സു 10 ചെല്ലമോനിങ്ങനെ ചോദിച്ചൊരിക്കൽ. അച്ഛനെ കണ്ടു ഞാനെല്ലാം പഠിക്കിൽ, അച്ഛൻ നടത്തും പുകവലി കൂടെ. നന്നായി പഠിക്കുക വേണ്ടയോ എന്നതൊന്നുരയ്ക്കച്ച അറിയട്ടെ ചെയ്യാൻ. ഏറ്റം കുസൃതി പെരുത്താണു കൊച്ചൻ, തട്ടിവിട്ടുള്ളതി ചോദ്യമെന്നാലും ഉണ്ടതിൽ കാര്യമെന്നോർത്തച്ഛനന്നു തൊട്ടു പുകവലി നിർത്തിയെന്നേക്കും. കളരിയിൽ കിട്ടിയതറിവു കുട്ടി കളയാതെ വീട്ടിൽ അച്ഛനോടോതി. കള്ളു കുടിക്കരുതച്ച കരൾക്കുള്ളിലതാമയ ഹേതുവാകും. കുട്ടി പറഞ്ഞതിനൊത്തിടാതെ കൂട്ടിക്കള്ളുകുടി പിന്നുമച്ഛൻ. കഷ്ടിച്ചൊരാണ്ടും പിന്നാവും മുമ്പേ തിട്ടം കരൽ പുണ്ണ് അച്ഛനായി. കണ്ട ഭിഷഗ്വരൻ ചോദ്യമായി, ഉണ്ടോ കള്ളുകുടിയേറെയായി. നോക്കാമെന്നേ പറയുന്നതുള്ളൂ, ആക്കമേ പുണ്ണിന്നത്രയ്ക്കുമായി. കുട്ടി പറഞ്ഞതന്നേരമോർത്തു കൂട്ടിപ്പോയി കണ്ണുനീരച്ഛനേറെ. രക്ഷിക്കണേ ഭിഷഗ്വരൻ നേർക്ക് അക്ഷമമഭ്യർത്ഥനയുമായി. നോക്കിയതൊക്കെ ഭിഷഗ്വരനോ വാക്കറ്റുമല്ലോ ഇരുന്നു പോയി.
വാക്കറ്റുമല്ലോ ഇരുന്നു പോയി. അറിയണ്ടേ പറയട്ടെ കഥകഥയേ, നാറാണത്തു ഭ്രാന്തൻ കഥകഥയേ. പെട്ടതു പറയി പന്തിരുകുലമേ, പെട്ടതീ നാറാണത്തു ഭ്രാന്തനേ. പുലരി വെളിച്ചം പരന്നുപോയാൽ പിറനാട്ടിലെ മലഭ്രാന്തനെന്നും, കേറലു ശീലം വൻപാറ കണ്ടം. തെരുതര കീഴ്മേലുരട്ടൽ ശീലം, വഴിപോക്കർക്കതു കാണാൻ പരമരസം. ഒഴിയാതതു കാണുവാൻ ആളുകൾ പാരം, അന്തിവരയ്ക്കുള്ളി പണി കഴിഞ്ഞാൽ എത്തുന്നതെങ്ങാണോ അങ്ങു ഭ്രാന്തൻ. കൂടെ കരുതുന്ന ചെമ്പുകലം കൂട്ടി ചമ്പാവരിച്ചോറൊരുക്കും, തിന്നാലതു പിന്നുറക്കത്തിനോ ചെന്നിടം ചിലരാവൂ ചുടലയിലും. തർക്കവിദഗ്ധനതിലൊരിക്കൽ തോൽപ്പിച്ചിട്ടുണ്ടെന്നേ കാളിയേയും, എണ്ണൽ വിദഗ്ധൻ നിമിഷമകം എണ്ണിപ്പറയും മുറുമ്പിൻ വരീം. മായാവിയോ ശങ്കതിയിൽ വെന്തു ആയ ഇരുമ്പു തുണ്ടം വിഴുങ്ങും, ബുദ്ധിമാനെങ്കിലും ഭ്രാന്തവേഷം ഒത്തു നടപ്പെപ്പോഴുമേയായും. ഭ്രാന്തവൃത്തികൾ കാണിക്കലായും ഭ്രാന്തവിളി നാട്ടാർ കൂടിക്കൂട്ടി.